നാസ്തികതയ്ക്കു ഖുർആൻ വലിയ പരിഗണന നൽകിയിട്ടില്ല എന്ന് അങ്ങയുടെ മറുപടിയിൽ കേട്ടു. എന്നാൽ വർത്തമാനകാലത്ത് വലിയ സംവാദങ്ങളും ചർച്ചകളും അവരുമായി നടക്കുന്നു. ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ടോ? ഇത് ഇസ്ലാമിനെ സംബന്ധിച്ച് നേട്ടമാണോ കോട്ടമാണോ? നാൾക്കുനാൾ നാസ്തികർ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ അറിയിക്കുന്നത്. അതുകൊണ്ടുതന്നെ വർത്തമാനകാലത്ത് ഇതിനെ ഗൗരവമായി കാണേണ്ടതല്ലേ? നാസ്തികതയെ, അതായത് നിരീശ്വരത്വം, ഈ ലോകത്തിന് ഒരു നാഥനില്ല, ഈ ലോകം അങ്ങനെ കാലാന്തരത്തിൽ അങ്ങനെ ഉണ്ടായിപ്പോയതാണ് എന്ന വാദം പരിശുദ്ധ ഖുർആൻ ഒരു തവണ മാത്രമേ അത്തരം വാദക്കാരുടെ വാക്യം ഉദ്ധരിച്ചിട്ടുള്ളൂ. വിശുദ്ധ ഖുർആനിൻ്റെ ഇസ്ലാമിൻ്റെ മുഖ്യ പ്രതിയോഗികളായും സംബോധകരായും കാണുന്നത് ബഹുദൈവ വിശ്വാസികളെയും വേദക്കാരെയുമാണ് എന്ന വസ്തുതയാണ് ഞാൻ വിവരിച്ചിട്ടുള്ളത്. ഒമായുഹ്ലിക്കുന ഇല്ല ദഹർ എന്ന് ഒരൊറ്റ തവണ മാത്രമേ കാലം, അതല്ലാതെ ദൈവമല്ല, റബ്ബല്ല നമ്മളെ നശിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എന്ന് വാദിക്കുന്നവരെ ഖുർആൻ ഉദ്ധരിച്ചിട്ടുള്ളൂ. ആ നിലക്ക് അവർ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയല്ല എന്ന് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറയാറുമുണ്ട്. അതിന്നും അങ്ങനെ തന്നെയാണ്. നമ്മൾ കേരളത്തിലെ താവട്ടത്തിലെ സ്ഥലം മാത്രമാണ് ലോകം എന്ന് ചിന്തിക്കരുത്. ഈ കോലാഹലങ്ങളും കുഴപ്പങ്ങളും ഒക്കെ നടക്കുന്നത് മലയാള മണ്ണിലാണ്. ലോകത്തെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നതല്ല. സംവാദങ്ങളായാലും അത്തരത്തിലുള്ള പ്രചാരണങ്ങളായാലും ഒലിപ്പിച്ച് കാണിച്ചുകൊണ്ടുള്ള വർധനവിനെ മനുഷ്യന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മാധ്യമങ്ങൾ, അതായത് പുതിയ മാധ്യമങ്ങൾ വാട്സാപ്പുകളിലും മറ്റുമൊക്കെയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാട്, ഒരു കോലാഹല സ്ഥിതി കേരളത്തിൽ മാത്രമാണ് കാണുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ലോകാടിസ്ഥാനത്തിലാണ് പറയുന്നത്. ലോകാടിസ്ഥാനത്തിൽ ഇന്നും പറയുന്നത് ഒരു വലിയ ഭീഷണിയായി നിലകൊള്ളുന്നില്ല. സ്വയമേവ തന്നെ ആളുകൾക്ക് വല്ല അസുഖം വന്നാൽ, അല്ലെങ്കിൽ അപകടം വന്നാൽ, വല്ല പ്രയാസങ്ങളും വന്നാൽ, ഒരു നെഞ്ചുവേദന വന്നാൽ, ഒരു കാലിൻ്റെ മുട്ടുവേദന വന്നാൽ, ഒരു ഊരക്കൊരു വേദന വന്നാൽ, അങ്ങനെ രോഗിയായി കഴിഞ്ഞാൽ തീരാവുന്നത് നിരീശ്വരത്വം, അല്ലാഹുവില്ല, അത്രയേ അല്ലുള്ളൂ. ഈ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കേരളത്തിൽ അങ്ങനെ തന്നെയാണ്. നിരീശ്വരത്വമല്ല ഈ കോലാഹലക്കാരൊക്കെ ഉണ്ടാക്കുന്നത്. ലൈംഗിക സ്വാതന്ത്ര്യം എന്ന നിലയിൽ വിലക്കുകളില്ലാത്ത ലൈംഗികത, ആണും പെണ്ണും എന്തും ചെയ്യാനും എങ്ങനെ ചെയ്യാനും എപ്പോൾ ചെയ്യാനും എങ്ങനെ പോകാനും ആർക്കും ആരുടെ കൂടെ പോകാനും എന്നൊക്കെ വിവാഹബന്ധം വേണ്ടെന്ന് തോന്നുന്നുവോ അപ്പോൾ ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും ഒഴിവാക്കാനും പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം വേണമെന്ന ഒരു സ്വതന്ത്രവാദക്കാർ എന്നുള്ള പേരിൽ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കുന്നത്, കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അവരുടെ ഈ പ്രചാരണത്തിന്റെ വിജയത്തിന്റെയും ഒക്കെ, അല്ലെങ്കിൽ ആൾപ്പെരുപ്പത്തിന്റെയും ഒക്കെ നിദാനം വെറും ഈ ഒരൊറ്റ കാര്യത്തിലാണ്: ലൈംഗിക സ്വാതന്ത്ര്യം, അച്ചടക്കമില്ലാത്ത ലൈംഗികത, കൂത്താട്ടം, കുറെ പാട്ട് കൂത്ത് എന്നൊക്കെ പറയുന്നത്. ആ നിലക്കൊക്കെ കുറെ ആളുകളുണ്ട് എന്നല്ലാതെ അവരൊന്നും നിരീശ്വരരില്ല, നിരീശ്വരത്വത്തിന്റെ ആളുകളല്ല. വിവിധ മതക്കാരായ ആളുകൾ ആ മതത്തിൽ നിന്നും വേർപെട്ടു എന്ന നിലയിലല്ല, കേവലം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമുള്ള ഒരു സംഗതിയാണ് നടക്കുന്നത്. ആ നിലക്ക് ഒരു ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സാമൂഹികമായി ബാധിച്ചതിൽ മുസ്ലിമീങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. എന്നാലും ആപേക്ഷികമായി മുസ്ലിങ്ങളെ ഇത് ബാധിച്ചിട്ടുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവർ തനിച്ച മോഡേണിസ്റ്റുകളായിട്ടുള്ള ആളുകളും തനിച്ച പരിഷ്കാരികളായിട്ടുള്ള ആളുകളും മാത്രമാണ്. ആ തരത്തിലുള്ള ഒരു ചിന്താഗതി സ്ത്രീകൾക്ക് ഇഷ്ടം പോലെയാകാമെന്നും അതുപോലെ പുരുഷന്മാർക്കും ഇഷ്ടം പോലെയാകാമെന്നും മാതാപിതാക്കളും മറ്റൊന്നും ഞങ്ങളെ നിയന്ത്രിക്കേണ്ടെന്നും
ലോകര് ഞങ്ങളെ നിയന്ത്രിക്കേണ്ട, മുതിർന്നവർ നിയന്ത്രിക്കേണ്ട, അധ്യാപകർ നിയന്ത്രിക്കേണ്ട, ഞങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യവാദം, ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളൊരു അഭിനിവേശം, അതിനു വേണ്ടിയുള്ളൊരു കോലാഹലം. ഇപ്പൊ തന്നെ സ്വതന്ത്രവാദികൾ എന്നാണല്ലോ കാര്യമായിട്ട് പറയുന്നത്. അല്ലാതെ ആരാണ് ആ വിധത്തിൽ പോകാൻ? ഒരു തല മാത്രമാണല്ലോ സാധാരണഗതിയിൽ ഇതിന്റെ പ്രചാരണങ്ങളിലൊക്കെ കാണുന്നത്, ഒറ്റത്തല. സാധാരണ ഏത് പ്രസ്ഥാനക്കാർക്കും ഇസക്കാർക്കും ഒക്കെ പല തലകളും കാണിക്കാണ്ടല്ലോ. ഇതൊരു തല മാത്രം വെച്ചിട്ടുള്ളൊരു പ്രചാരണമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്ര വലിയൊരു ഭീഷണിയായി ഇതിനെ കാണേണ്ടതില്ല. ധാർമ്മ്യരംഗത്ത്, സദാചാര രംഗത്ത് അല്പം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതും, അച്ചടക്കമില്ലായ്മ വന്നിട്ടുണ്ടെന്നതും, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇഷ്ടം പോലെ കൂടിയിട്ടുണ്ടെന്നതും, നമ്മുടെ ചെറുപ്പക്കാരെയും സ്കൂൾ വിദ്യാർത്ഥികളെയും ഒക്കെ ഇത് ബാധിച്ചിട്ടുണ്ടെന്നും പറയുന്നത് ഒരു ശരിയാണ്. അങ്ങനെ ഒരു ചുറ്റുപാട് ഈ സമൂഹത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പ്രവചിച്ചിട്ടുള്ളതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളതും അതുതന്നെയാണ്. എൻ്റെ ഉമ്മത്തിൽ ബഹുദൈവ വിശ്വാസം ഞാൻ പേടിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നബിയുടെ വിശ്വാസികളായ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നുണ്ട്: സുഖഭോഗങ്ങളും സുഖ സൗകര്യങ്ങളും ദുന്യാവ് ഇഷ്ടം പോലെ തുറന്നു കിട്ടുന്ന അനുഭവങ്ങളും നിങ്ങളിൽ ഞാൻ ആശങ്കപ്പെടുന്നു. അതാണ് ഈ സമുദായത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്നത്. ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മേൽ ഞാൻ പേടിക്കുന്നതിൽ വെച്ച് ഏറ്റവും അധികം പേടിക്കുന്ന, ഏറ്റവും ഭീഷണിയായിട്ട് ഈ ഉമ്മത്തിന് ഞാൻ കാണുന്ന കാര്യം ഇത്തിബാഉൽ ഹവ വതൂലുൽ അവൽ, ഇച്ഛക്കൊത്ത് നീങ്ങുക, തന്നിഷ്ടത്തിനൊത്ത് നീങ്ങുക, സ്വതന്ത്രത്തിനൊത്ത് നീങ്ങുക, തന്റെ സ്വാതന്ത്ര്യം, തന്റെ ഇഷ്ടം എന്ന് മാത്രം ചിന്തിക്കുക, ഒരു വിലക്കുകളും നിയന്ത്രണങ്ങളും തനിക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ഇത്തിബാഉൽ ഹവ വതൂലുൽ അമൽ. ഈ ദുന്യാവിൽ കുറെ കാലം ജീവിക്കാൻ കഴിയും, എത്രയും ജീവിക്കാൻ കഴിയും, പണമുണ്ടായാലും ആരോഗ്യമുണ്ടായാലും ആരോഗ്യരംഗത്ത് രോഗം വളർന്നാലും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ കഴിയും, ആയുസ് കൂട്ടാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുന്ന തൂരുല്ലമലും. ഇത് രണ്ടുമാണ് ഈ ഉമ്മത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്നത്. അതുകൊണ്ടുണ്ടായിത്തീരുന്നത് ഇച്ഛക്കൊത്ത് ജീവിക്കുക, അതിനോട് പിന്തുടർന്ന് ജീവിക്കുക എന്ന തന്നിഷ്ടത്തിനൊത്തുള്ള സ്വാതന്ത്ര്യത്തിന്റെ മനോഭാവം വന്നാൽ യസുദ്ദുക്കും അനിൽ ഹഖ്, അത് നിങ്ങളെ സത്യം എന്താണ്, യാഥാർത്ഥ്യം എന്താണ് എന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള സ്ഥിതിവിശേഷത്തിൽ നിന്ന് തടയും. എന്താണ് സത്യം എന്ന് പറയുന്നത് തിരിച്ചറിയാതാവുന്ന ഒരു സ്ഥിതിവിശേഷം വരും. വതൂരുൽ അമൽ, അതേസമയം ഇവിടെ ഇനിയും ജീവിക്കാം, എപ്പോഴും ജീവിക്കാം, എത്രയും ജീവിക്കാം, അതിന് വേണ്ടതൊക്കെ ഒരുക്കണം, ദീർഘമായി നമുക്കും കുട്ടികൾക്കും മക്കൾക്കും സമൂഹത്തിനും ജീവിക്കാൻ വേണ്ടതൊക്കെ ഉണ്ടാകണം എന്ന ചിന്ത യുൻസിക്കുമുൽ ആഖിറ, പരലോക ചിന്തയെ നിങ്ങളിൽ നിന്ന് ഇല്ലാതാക്കും, വിസ്മരിപ്പിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ഉമ്മത്തിന്റെ മേൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്. ആ കാര്യം ഭീഷണിയായി ഉണ്ട് എന്നല്ലാതെ നാസ്തികത എന്ന പേരിൽ പറയാൻ പറ്റുന്ന നിരീശ്വരത്വമോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഒരു നാഥനില്ല, ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായതാണെന്ന് പറയുന്ന തരത്തിലുള്ളതൊക്കെ വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ എന്നും അത് വിശുദ്ധ ഖുർആൻ നമുക്ക് സൂചിപ്പിച്ചു തരുന്ന ഒരു സൂചന തന്നെയാണ് എന്നാണ് നമ്മൾ വിവരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് എവിടെയാണ് എപ്പോൾ വന്നാലും ആ ഭീഷണികളെ ഇല്ലാതാക്കാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തണം. അത് ഏത് കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട്. ഇത് മൊത്തമായി സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, മൊത്തം ഉമ്മത്തിനെ കുറിച്ച്. നേരെ മറിച്ച് ഏതെങ്കിലും പ്രാദേശിക തലത്തിലോ സംസ്ഥാന തലത്തിലോ ഏതെങ്കിലും നാടുകളിലോ ഒക്കെ ഇങ്ങനെ വല്ല വർദ്ധിച്ച അളവിൽ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭീഷണികൾ ഇല്ലാതാക്കാൻ വേണ്ടി മുസ്ലിം ഉമ്മത്തിലെ നായകന്മാരും പണ്ഡിതന്മാരും ഒക്കെ ശ്രമിക്കണം. അവരെ നേരിടാൻ പറ്റുന്നവരൊക്കെ നേരിടണം. പക്ഷേ നേരിടുമ്പോൾ സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടത്തുമ്പോൾ അവർക്ക് കൂടി ഉൾക്കൊള്ളാനും നമുക്ക് കൂടി ഉൾക്കൊള്ളാനും പറ്റുന്ന തരത്തിലുള്ള വ്യവസ്ഥാപിതമായ രീതിയിലാകുമ്പോഴേ അതോടല്ലാവൂ. ഒരു കൂട്ടർ സംഘടിപ്പിക്കുക, സംഘാടകരാകുക, അവരുടെ ഇഷ്ടം പോലെ ഒരു സംഘടിപ്പിക്കുക, അതിൽക്ക് നമ്മൾ ആരെങ്കിലും കയറി ചെന്ന് എന്തെങ്കിലും പറയാ, അനുവദിച്ചു തരുന്ന സമയം അവനാൻ്റെ പറയാ, എന്നിട്ട് എല്ലാവരും കൂടി കൈയടിച്ച് ബഹളം വെച്ച് എല്ലാവരും കൂടിയിട്ട് ഈ പോയി നിൽക്കുന്ന ആളെ വഷളാക്കുക എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് തേണ്ട ഒരു ചുറ്റുപാട് നമ്മുടെ പ്രബോധകന്മാരോ നമ്മുടെ മതരംഗത്തുള്ളവരോ ഇല്ലാതാക്കണം. നമ്മൾ സംഘാടകരാകണം, അല്ലെങ്കിൽ അവരും നമ്മളുമല്ലാത്ത മൂന്നാം കക്ഷി സംഘാടകരാകണം. അങ്ങനെയൊക്കെ വരിക.
അവർ സംഘാടകരാകുന്ന അവരുടെ പരിപാടിയിലേക്ക് പോയാൽ ഓരോ നിയന്ത്രണത്തിൽ തന്നെയല്ലേ ഉണ്ടാവുക. ഒരു കൂട്ടരുടെ നിയന്ത്രണത്തിൽ നടക്കുന്നതൊക്കെ നമ്മളെ സത്യവും നമ്മളെ വാദവും നമ്മുടെ സംസാരവും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയും നമുക്ക് സമയം തരുന്നിടത്തൊക്കെ നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ടുമൊക്കെ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അപ്പം ആ നിലക്കുള്ള ചില സംഗതികളൊക്കെ നമ്മുടെ നേരിടുന്ന പുതിയ പ്രബോധകന്മാരുടെ അടുത്ത് കാണുന്നുണ്ട്. അല്ലെങ്കിലും സംവാദം എന്ന് പറയുമ്പോൾ ആ സംവാദത്തിന്റെ ശൈലിയിൽ തന്നെ വലിയ മാറ്റം വന്നു പോയിട്ടുണ്ട്. സംവാദം എന്ന് പറഞ്ഞാൽ എന്താണോ വാദമെങ്കിൽ ആ വാദത്തെ സംബന്ധിച്ചുള്ള രണ്ട് വിരുദ്ധാഭിപ്രായങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യലാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണെങ്കിൽ തർക്കിക്കാം. ആ തർക്കിക്കണേന് 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് നിശ്ചയിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ എല്ലാ സംവാദങ്ങൾക്കും കാണുന്നത്. യുക്തിവാദികളേറ്റോ സ്വതന്ത്രവാദികളേറ്റോ നടത്തുന്ന സംവാദം മാത്രമല്ല, മുസ്ലിമീങ്ങളിലെ തന്നെ പുത്തൻവാദികളും സുന്നികളും തമ്മിലുള്ള സംവാദത്തിനും മറ്റുള്ളവരായിട്ടുള്ള സംവാദത്തിനും ഒക്കെ കാണുന്നത് ഇങ്ങനെയാണ്. നേർക്കുനേരെ തന്നെ സംവാദമാകുമ്പോൾ നേർക്കുനേരെ തന്നെ ചോദിക്കുക, നേർക്കുനേരെ ഉത്തരം പറയാം. ഒരാൾ ചോദിക്കുക, ഒരാൾ ഉത്തരം പറയാം, ഒരാൾ ചോദിക്കുക, ഉത്തരം പറയാം. ഉത്തരം പറയുന്നത് കഴിഞ്ഞു എന്ന് എല്ലാ ശ്രോതാക്കൾക്കും തിരിയല്ലോ, ചോദ്യം കഴിഞ്ഞു എന്ന് ശ്രോതാക്കൾക്ക് തിരിയും. ഇതങ്ങനെയല്ല പ്രസംഗിക്കാനുള്ള അവസരം. 2 മിനിറ്റ് ചോദ്യത്തിന്. അപ്പോൾ ആ 2 മിനിറ്റ് ചോദിക്കുന്ന ആൾ അങ്ങനെ പ്രസംഗിക്കുക, ഉത്തരം പറയുന്ന ആൾ 3 മിനിറ്റ്, ആ 3 മിനിറ്റ് അയാളും പ്രസംഗിക്കുക. 2 ഭാഗത്തും പ്രസംഗിച്ചുകൊണ്ടിരുന്ന വാച്ചോട്ടാപ്പക്കാരായ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നല്ലാതെ സാധാരണ ശ്രോതാക്കൾക്കൊന്നും തിരിയില്ല. ആര് തോറ്റു ആര് ജയിച്ചു ഉണ്ടാവില്ല. നേരെ മറിച്ച് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുക, ഉത്തരം പറയാ, ചോദിക്കുക, ഉത്തരം പറയാ, അവനെ വാദത്തെ സംബന്ധിച്ച് ചോദിക്കുക, ഉത്തരം പറയാന്ന് പറഞ്ഞതാണ് പഴയ കാലത്തൊക്കെ വാദപ്രതിവാദത്തിന്റെ ശൈലി. സംവാദത്തിന്റെ ഇമാമിങ്ങൾക്കിടയിലൊക്കെ നടക്കുന്ന ചർച്ചകൾ, ആശാസ്യമായ ചർച്ചകളുണ്ട്. സത്യം തിരിയുന്നതിന് വേണ്ടി മദ്ഹബിന്റെ ഇമാമിയങ്ങളും മദ്ഹബ് പക്ഷക്കാരും തമ്മിൽ നടത്തുന്ന ചർച്ചകളുണ്ട്. ഈ ചർച്ചകളിലൊക്കെ രീതി അതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന രീതിയിൽ നിന്ന് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് സംവാദെത്തി. അതിനെ പണ്ട് പറയൽ ഖണ്ഡന പ്രസംഗം എന്നാണ്. ഈ ഖണ്ഡന പ്രസംഗത്തിന്റെ മോഡലാണ് ഇപ്പോൾ നേർത്തീർക്കുന്ന ചോദ്യോത്തരത്തിന്റെ രീതിയിലുള്ള സംവാദം പോലും. അപ്പൊ അതിനൊക്കെ ഒരു അടുക്കും ചിട്ടയും തോറ്റതാരാ ജയിച്ചതാരാ എന്ന് ജനങ്ങൾക്ക് തിരിയാൻ പറ്റുന്ന ഒരു സ്വഭാവവും ഉണ്ടാകുന്നത് നന്നായിരിക്കും. അതൊക്കെ വ്യവസ്ഥയിൽ തന്നെ പ്രത്യേകം ക്ലിപ്തപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്യണം. ഇതൊരു കൂട്ടർ സംഘാടകരാകുമ്പോൾ അവർ ആ സംഘാടകരാകുന്ന സ്വഭാവത്തിൽ അവർ സംഘടിപ്പിക്കുന്നതിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് പറയാൻ കിട്ടുന്ന അവസരം പറയാം. ആ പറയാൻ കിട്ടുന്ന അവസരത്തിനപ്പുറം പോലെ അതിലപ്പുറം അവസരം നൽകി മറ്റൊരു വന്ന് വഷളാക്കാൻ തിരിഞ്ഞാൽ ആ വഷളാക്കൽ കേൾക്കാം. ഇതൊക്കെ ഇന്നത്തെ രീതിയിലുള്ള സംവാദത്തിന്റെ കുഴപ്പങ്ങളാണ്. അപ്പം ആ കുഴപ്പങ്ങളിൽ നിന്നൊക്കെ മാറി ശരിയായ രീതിയിൽ ഉത്തരവാദപ്പെട്ടവർ നടത്തുകയും ഉത്തരവാദപ്പെട്ടവർ സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫലവത്താകും, ഉപകാരപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അങ്ങനെ പരിശ്രമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെ അറിവിലും അവരുടെ ചിന്തയിലും ബുദ്ധിയിലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട വിധത്തിലുള്ള ബറക്കത്ത് നൽകി ഈ ഇസ്ലാമിന്റെ ശത്രുക്കളെയും അതുപോലെ തന്നെ സ്വതന്ത്രവാദികളെയും അതുപോലെ ഇസ്ലാമിനകത്തുള്ള അസത്യവാദികളായ ആളുകളെയും ഒക്കെ നേരിടാനും സംസാരിക്കാനും പറ്റുന്ന ശേഷി നമ്മുടെ സമൂഹത്തിലുള്ള പ്രവർത്തകന്മാർക്കും യുവജനങ്ങൾക്കും യുവാക്കളായ പ്രഭാഷകന്മാർക്കും സംവാദകർക്കും എല്ലാം അല്ലാഹു തആല വലിഞ്ഞേക്കുമാറാവട്ടെ.